ഓം ശ്രീ ഗണേശായ നമ. ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. ഓം പീതാംബരങ്കര വിരാജിത ശംഖചക്ര കൗമോദകി സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം വിശ്വസ്മൈ നമഃ. ഹരി ഓം. ശ്രീ വിഷ്ണു സഹസ്രനാമ സ്തോത്ര പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം, സുദിനം നേരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 17ാമത്തെ ശ്ലോകമാണ് പഠിച്ചത്. ഇന്ന് നമുക്ക് പഠിക്കേണ്ട ശ്ലോകം 18ാമത്തെ ശ്ലോകം. 18ാമത്തെ ശ്ലോകം വായിക്കാം. വേദ്യോ വൈദ്യ സദാ യോഗി വീരഹാമാതവോ മധുഹോ അതീന്ദ്രിയോ മഹാമായോ മഹോത്സാഹോ മഹാബലഹ. 10 നാമങ്ങളാണ് ഈ ശ്ലോകത്തിലുള്ളത്. വേദ്യഃ, വൈദ്യഃ, സദായോഗി, വീരഃ, മാധവഃ, മധുഃ, അതീന്ദ്രിയഃ, മഹാമായഃ, മഹോത്സാഹഃ, മഹാബലഃ. ഒരിക്കൽ കൂടി പറയാം. വേദ്യഃ, വൈദ്യഃ, സദായോഗി, വീരഃ, മാധവഃ, മധുഃ, അതീന്ദ്രിയഃ, മഹാമായ, മഹോത്സാഹ, മഹാബലഃ. 10 നാമങ്ങൾ. ഇനി നമ്മൾക്ക് ഓരോ നാമം എടുത്തിട്ട് അതിൻ്റെ അർത്ഥം നോക്കാം. വേദ്യോ വൈദ്യ സദാ യോഗി വീരഃ മാധവോ മധുഃ അതീന്ദ്രിയോ മഹാമായോ മഹോത്സാഹോ മഹാബലഃ. ആദ്യത്തെ നാമം വേദ്യഃ, മനസ്സിലാക്കപ്പെടേണ്ടവൻ. അതായത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്, ഭഗവാനെ അറിഞ്ഞിരിക്കണം. അതാണ് മനസ്സിലാക്കപ്പെടേണ്ടവൻ. ഭഗവത്ഗീതയിൽ 15ാമത്തെ പ്രകൃതി പുരുഷ വിഭാഗ യോഗത്തിൽ ജ്ഞേയം എന്താണ് നമ്മൾ 72 ഇതിൽ പഠിച്ചിരുന്നു. അത് ധർമാർത്ഥ കാമമോക്ഷങ്ങളിൽ മോക്ഷം പ്രാപിക്കുവാൻ മഹാവിഷ്ണുവിനെ നന്നായി മനസ്സിലാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അറിയേണ്ടവയിൽ എല്ലാത്തിലും വെച്ച് എന്നെ മാത്രമേ അറിയാനുള്ളൂ എന്ന് സാരം വരുന്ന ഒരു വേദയിശ്ച സർവൈരഹമേവ വേദ്യ എന്ന് ഭഗവത്ഗീത 15ാം അധ്യായത്തിൽ 15ാമത്തെ ശ്ലോകത്തിലുണ്ടായിരുന്നു. അപ്പം ഇതൊക്കെ കൊണ്ട് ഭഗവാൻ വേദ്യനാണ്. അടുത്ത നാമാണ് വൈദ്യഃ, എല്ലാ വിദ്യകളും അറിയുന്നവൻ. മഹാവിഷ്ണുവിനെ അറിയാത്ത ഒരു വിദ്യയുമില്ല. എന്തെന്നാൽ ഈശ്വരൻ തന്നെയാണ് വിദ്യകളും. അതുകൊണ്ട് ഈശ്വരഃ സർവവിദ്യാനാം. അപ്പം പരവും അപരവും അദ്ദേഹം തന്നെയാണ്. വൈദ്യ എന്ന പദത്തിന് വിഷഗുരൻ എന്നും അർത്ഥമുണ്ട്. ഈ നിലയ്ക്ക് മഹാവിഷ്ണു വൈദ്യൻ തന്നെയാണ്. സംസാര ദുഃഖത്തിൽ നിന്ന് മോചനം നേടുവാൻ ഈ വൈദ്യൻ്റെ സഹായം കൂടിയേ തീരും. അടുത്ത നാമം സദായോഗി, എല്ലായ്പ്പോഴും ആത്മനിലയിലുള്ളവൻ. മഹാവിഷ്ണുവായ ശ്രീകൃഷ്ണനെ ഗീതയിൽ യോഗീശ്വരൻ എന്ന് പറയുന്നുണ്ട്. അപ്പം സ്വാഭാവികമായി ആത്മാവിലെ അധിഷ്ഠാന ദേവതയാണ് മഹാവിഷ്ണു, അധിഷ്ഠാനമായവൻ. ജഡവസ്തുക്കളിൽ വെച്ച് ജീവാത്മാവ് പരമാത്മാവിൽ ഐക്യമാകുന്നത് യോഗം. ഇത് പരിശീലിക്കുന്നവൻ യോഗി. യജ് എന്ന ധാതുവിന് ഐക്യമാവുക എന്നർത്ഥമുണ്ട്. അപ്പോൾ ഭഗവാൻ എപ്പോഴും ആത്മനിലയിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് സദായോഗി എന്ന് ഭഗവാന് പേര്. ഇനി വീരഃ, അടുത്ത നാമം. വീരന്മാരെ ഹനിക്കുന്നവൻ. വീരഃ, വീരശൂരന്മാരായ രാക്ഷസന്മാർ ദുർമാർഗം കൈക്കൊണ്ട് സ്വേച്ഛാധിപതികളായി സന്മാർഗികളെ ഹിംസിക്കുമ്പോൾ ഭഗവാൻ അവതാരമെടുത്ത് ആ ദുഷ്ടന്മാരെ കൊല്ലുന്നു. കേശി, ബകൻ, ഹിരണ്യാക്ഷൻ തുടങ്ങിയ നിരവധി പേരെ വധിച്ച കാര്യം പുരാണങ്ങളിലുണ്ട്.
ഇനി വീരന്മാരെ ഹനിക്കുന്നവെന്ന് പറഞ്ഞു. ഭൂമിയുടെ ഭാരം കുറയ്ക്കാനായിട്ടും ഭഗവാൻ അധർമ്മികളെ ഇല്ലാതെയാക്കുന്നു, അസുരന്മാരെയൊക്കെ കൊല്ലുന്നു. ഈ മാധവ അടുത്ത നാമം മാധവൻ, ബ്രഹ്മവിദ്യയ്ക്ക് നായകനായവൻ എന്നർത്ഥം. ഈ നാമം 72ാമത്തെ നാമത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ മഹാലക്ഷ്മിയുടെ ഭർത്താവെന്ന് മാ എന്ന് പറഞ്ഞാൽ മഹാലക്ഷ്മി എന്നും വിദ്യ എന്നും അർത്ഥമുണ്ട്. ധവ എന്ന് പറഞ്ഞാൽ സ്വാമി എന്നും പതി എന്നും അർത്ഥമുണ്ട്. അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ മഹാലക്ഷ്മിയുടെ ഭർത്താവ് എന്ന നിലയിലും ധവം എന്ന് പറഞ്ഞാൽ സ്വാമി പതി എന്നൊക്കെ അർത്ഥം വരുന്നതുകൊണ്ട് മാധവൻ എന്ന് പറഞ്ഞാൽ എല്ലാ വിദ്യകളിലും വെച്ച് ഏറ്റവും ഉയർന്നത് ബ്രഹ്മവിദ്യയാകുന്നു. മഹാവിഷ്ണു എല്ലാ വിദ്യകളുടെയും ഉൽപ്പത്തി സ്ഥാനമാണ്. അതുകൊണ്ട് സ്വാമി എന്നർത്ഥം എടുക്കണം. മാ ഹരിവിദ്യയാണ്, അതിൻ്റെ സ്വാമിയാണ് ഭഗവാൻ. അതുകൊണ്ട് അങ്ങയ്ക്ക് മാധവൻ എന്നു പേരുണ്ടായി. സ്വാമി വാചകമാണ് ധവശബ്ദം. ഇനി അടുത്ത നാമമാണ് മധു. മധു എന്ന് പറഞ്ഞാൽ തേൻ എന്നർത്ഥം, മധുരമുള്ളത്, മധുരമായിരിക്കുന്നവൻ. ഭഗവാനെ സ്മരിച്ചാൽ തന്നെ ശാന്തി ലഭിക്കും. മധുവിദ്യയാൽ മഹാവിഷ്ണുവിനെ പ്രാപിച്ചാൽ അമൃതമായ ആനന്ദം അനുഭവിക്കാം. ഭഗവാൻ അതുകൊണ്ട് മധു ഭക്തന്മാർക്ക് മധുപോലെ ഭഗവാൻ പ്രിയമാകുന്നതുപോലെ ഭഗവാന് നിത്യയുക്തന്മാരും പ്രിയതമന്മാരും അല്ലേ, ഭക്തന്മാർക്ക് മധുപോലെ ഭഗവാൻ പ്രിയമാകുന്നതാണ്. അതുപോലെ അപ്പോൾ മധു തേൻ പോലെ മധുരമായിരിക്കുന്നവൻ അല്ലേ. അടുത്തത് ഭഗവാനെ സ്മരിച്ചാൽ തന്നെ ശാന്തി ലഭിക്കും. അതുകൊണ്ട് മധുവിദ്യയാൽ മഹാവിഷ്ണുവിനെ പ്രാപിച്ച അമൃതമായ ആനന്ദം അനുഭവിക്കാം. അതുകൊണ്ട് ഭഗവാൻ ഭഗവാൻ ഭക്തന്മാർക്ക് മധു പോലെ പ്രിയമാകുന്നതുകൊണ്ട് ഭഗവാൻ നിത്യയുക്തന്മാരും പ്രിയരുമാണ്. പ്രിയോ ഹി ജ്ഞാനിനോത്യ അർത്ഥം അഹം സച മമ പ്രിയ എന്ന് ഭഗവത്ഗീത 7-ാം അധ്യായത്തിൽ 17-ാമത്തെ ശ്ലോകത്തിൽ അവൻ എനിക്കും വളരെ പ്രിയപ്പെട്ടവനാകുന്നു എന്ന് സാരം. അടുത്തത് പരമാത്മാവായ ഭഗവാൻ എല്ലാ ഭൂതങ്ങൾക്കും മധുവാകുന്നു. പിന്നെ മധുമാസം എന്ന് പറഞ്ഞൊരു മാസമുണ്ട്, അതായത് ചിത്തിരമാസം, വസന്ത ഋതുവിൽ വരുന്നു. അത് പ്രാർത്ഥനാ കർമ്മങ്ങൾക്ക് വിശേഷമായി കരുതുന്നു. അടുത്ത നാമം അതീന്ദ്രിയക, ഇന്ദ്രിയങ്ങളെ അതിക്രമിച്ചവൻ. ഇന്ദ്രിയങ്ങൾക്ക് ശക്തി നൽകുന്ന പരമാത്മാവാകുന്നു. മാത്രമല്ല അന്ധകരണത്തിൽ ചിന്ത, നിശ്ചയം, സ്മരണ ഇവ ഉണ്ടാക്കുന്നതും ഭഗവാനാകുന്നു. ഈ ശക്തി കൊണ്ട് ഇന്ദ്രിയങ്ങൾക്കും മറ്റും പ്രവർത്തിക്കുമെന്നല്ലാതെ ആത്മസ്വരൂപ പ്രവൃത്തിക്ക് സ്വാമിയായതിനാൽ കാര്യമറിയാൻ കഴിയില്ല. അതുകൊണ്ട് അതീന്ദ്രിയൻ. ഭഗവാന് ശബ്ദാദി വിഷയങ്ങളില്ല. ഇന്ദ്രിയങ്ങളെക്കാൾ ഉത്കൃഷ്ടങ്ങളാകുന്നു വിഷയങ്ങൾ. മനസ്സ് വിഷയങ്ങളെക്കാൾ ഉത്കൃഷ്ടമാകുന്നു. ബുദ്ധിയാകട്ടെ മനസ്സിനേക്കാൾ ഉത്കൃഷ്ടമാകുന്നു. ഏറ്റവും ശ്രേഷ്ഠമായ അതിനെ അതിൻ്റെ ചൊൽപ്പടിയിലുള്ളവയെ കൊണ്ടറിയാൻ സാധ്യമല്ല. ശബ്ദമില്ലാത്തതും സ്പർശമില്ലാത്തതും രൂപമില്ലാത്തതും നാശമില്ലാത്തതും രസമില്ലാത്തതും ഗന്ധമില്ലാത്തതും ഒക്കെ ആകുന്നു ഈ മഹാവിഷ്ണു. അതുകൊണ്ട് അതീന്ദ്രിയനാണ്, ഇന്ദ്രിയങ്ങളെ ജയിച്ചവൻ. അടുത്ത നാമം മഹാമായ, മഹത്തായ മായയുള്ളവൻ അഥവാ വലിയ മായയായിരിക്കുന്നവൻ എന്നൊക്കെ അർത്ഥം. മഹാമായ സമഷ്ടിയിൽ മായയെന്നും സൃഷ്ടിയിൽ അവിദ്യയെന്നും പറയുന്ന ഭഗവാന്റെ വിഭൂതിയാലാണ് ഇല്ലാത്തത് ഉള്ളതാണെന്ന് തോന്നുന്നതും ഉള്ളതില്ലാത്തതാണെന്ന് തോന്നുന്നു. സത്യത്തെ കാണാതിരിക്കുന്നത് മായാവികളായ ദൈത്യന്മാരെ പോലെ
ഭഗവാൻ മോഹിനീ രൂപം പൂണ്ട് അതായത് അമൃത കടഞ്ഞെടുത്തപ്പോൾ അമൃതിനായി പാലാഴി കടഞ്ഞ സമയത്ത് അവരെ ആ അമൃത് കൊണ്ട് അല്ലേ മായാവികളായ ദൈത്യന്മാരെ ഭഗവാൻ മോഹിനി രൂപം ധരിച്ച് കാണിച്ചു കൊടുത്ത് അമൃത അസമയത്തുനിന്ന് മയക്കി. അതാ യോഗമായയിൽ സമാവൃതനായതിനാൽ അവിദ്യ നശിച്ചാലല്ലാതെ ഭഗവാൻ ദൃശ്യമാവുകയില്ല. മായയെ പ്രകൃതിയായിട്ടറിയണം, മഠാധിപതിയെ അല്ലെങ്കിൽ മായാധിപതിയെ. മായയെ പ്രകൃതിയായിട്ടറിയണം, മായാധിപതിയെ മഹേശ്വരനായിട്ടും. അപ്പം മമ മായാദുരത്തിയെ എന്ന് ഭഗവത്ഗീത 7-ാം അധ്യായത്തിൽ 14-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. എൻ്റെ മായ എൻ്റെ മായ അതിദുസ്തരമാകുന്നു എന്ന് ഭഗവാൻ പറഞ്ഞ് അപ്പം മായയെ പ്രകൃതിയായിട്ടറിയണം, മായാധിപതിയെ മഹേശ്വരനായിട്ടും അറിയുക. എല്ലാ മായ ദുസ്തരമാകുന്നു ഭഗവാൻ പറയുന്നുണ്ട്. ഏറ്റവും വലിയ മായാവിയായ മഹാവിഷ്ണു മഹാമായയാണ്. ഇനി മഹോത്സാഹക, പ്രകൃഷ്ടമായ ഉത്സാഹമുള്ളവൻ, നിരന്തരമായി പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരം നടത്തുന്ന ഭഗവാൻ സദാ അതിയായ ഉത്സാഹം കൊണ്ടാണ് അത് നിർവഹിക്കുന്നത്. അഹം സർവസു പ്രഭവോ മത്ത സർവം പ്രവർത്തതേ. ഞാൻ സർവ ജഗത്തിൻ്റെയും ഉൽപ്പത്തിക്ക് കാരണമാകുന്നു. ഭഗവത്ഗീത 10-ാം അധ്യായത്തിൽ 8-ാമത്തെ ശ്ലോകത്തിലാട്ടോ. അഹം സർവസ്യ പ്രഭവോ മത്തഃ സർവം പ്രവർത്തതേ. ഞാൻ സർവ ജഗത്തിൻ്റെയും ഉൽപ്പത്തിക്ക് കാരണമാകുന്നു. എന്നിൽ നിന്ന് തന്നെയാണ് എല്ലാം പ്രവർത്തിക്കുന്നത്. ഇതുകൊണ്ട് ഭഗവാൻ ആത്മവാനാണെന്ന് വിചാരിക്കരുത്. മായാവിയായ അദ്ദേഹം വെറും കളിയായി ചെയ്യുന്നതാണ് ഇതെല്ലാം. എല്ലാ സമയത്തും സമുദ്രത്തിൽ തിരമാലകളുണ്ട്. അവയിൽ കൂടി സമുദ്രത്തെ കാണുമ്പോൾ സമുദ്രം ശാന്തമല്ലെന്ന് തോന്നും. എന്നാൽ അഗാധതയിൽ സമുദ്രം അതീവ ശാന്തമാണ്. പ്രപഞ്ചത്തിലെ ഗതിവിഗതികൾ വീക്ഷിക്കുമ്പോൾ ഭഗവാൻ മഹോത്സാഹൻ തന്നെ. അടുത്ത നാമം മഹാബലഹ. എല്ലാ ബലവാന്മാരെക്കാളും ബലവാനാണ് ഭഗവാൻ. കൃപ കൊണ്ട് പരമാത്മാവ് തൻ്റെ ബലത്തിൽ നിന്ന് അണുമാത്രം നൽകുന്നതാണ്. അണു എന്ന് പറഞ്ഞാൽ ചെറിയൊരംശം, എല്ലാവർക്കുമുള്ള ബലം. സൃഷ്ടിയിലുള്ള ഏതൊന്നിൻ്റെയും ബലം ഭഗവാനിൽ നിന്ന് ലഭിച്ചിട്ടുള്ളതാണ്. ഇനി ദേവാസുര യുദ്ധത്തിൽ ദേവന്മാരും അസുരന്മാരും തമ്മിലുള്ള യുദ്ധത്തിൽ ദേവന്മാർ ജയിച്ചത് പരമാത്മാവായ ബ്രഹ്മത്തിൻ്റെ ബലത്തിലാണ്. ഈ വസ്തുത മറന്ന് ദേവന്മാർ തങ്ങളുടെ ബലത്തിലാണ് ഈ വസ്തുത. ബ്രഹ്മം ഒരു മഹാഭൂതമായി ദേവന്മാരുടെയൊക്കെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടത്. ഇപ്പം ഈ രൂപം എന്തെന്നറിയാൻ ചെന്ന അഗ്നിദേവനോട് ഒരു ഉൾക്കൊടി ദയിപ്പിക്കുവാൻ ഭൂതം പറഞ്ഞു. അതായത് ദേവന്മാർക്ക് അഹങ്കാരമുണ്ടായി. ദേവന്മാർ പറഞ്ഞു, ഞങ്ങളെ കൊണ്ടെല്ലാം സാധിക്കും, ഞങ്ങളാണിതെല്ലാം നടത്തുന്നത്, സൃഷ്ടിസ്ഥിതി സംഹാരമൊക്കെ എല്ലാം നടത്തുന്നതെന്ന്. അപ്പോൾ ഒരു പുൽക്കൊടി ഇട്ട് കൊടുത്തിട്ട് പറഞ്ഞു, ഇതിനെ ഒന്ന് അനക്കി കാണിക്ക്. അത് അഗ്നിദേവനോട് അതിനെ കരിച്ച് കാണിക്കാൻ പറഞ്ഞപ്പോൾ അഗ്നിദേവന് പറ്റിയില്ല. അപ്പോൾ വായുദേവനോട് പറഞ്ഞു, നീ ഇതിനെ ഒന്ന് ചലിപ്പിച്ച് കാണിക്കാൻ. രണ്ടുപേരും പരാജിതരായി. അതുകൊണ്ട് ഈ കഥയിൽ നിന്ന് നമുക്ക് എല്ലാ ശക്തിയും ബ്രഹ്മത്തിൽ നിന്നാണ് കിട്ടുന്നതെന്ന് വരുന്നു. ഇനി നമ്മൾക്ക് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം ഒറ്റ വാക്കിൽ നോക്കിയിട്ട് ശ്ലോകത്തിൻ്റെ അർത്ഥം നോക്കാം. ശ്ലോകം: വേദ്യോ വൈദ്യ സദാ യോഗി വീരഹാമാധവോ മധുഹോ അതീന്ദ്രിയോ മഹാമായോ മഹോത്സാഹോ മഹാബലഹ. വേദ്യഹ എന്ന് പറഞ്ഞാൽ അറിയപ്പെടേണ്ടവൻ എന്നർത്ഥം. വൈദ്യൻ എന്ന് പറഞ്ഞാൽ വിദ്യകളെല്ലാം അറിഞ്ഞവനെന്നർത്ഥം. സദാ യോഗി, എപ്പോഴും യോഗിയായിരിക്കുന്നവൻ.
വീരഹ വീരന്മാർ ദുർമാർഗികളെങ്കിൽ ഹനിക്കുന്നവൻ നല്ല കർമ്മത്തിൽ കൂടെ അല്ലെ നല്ല ധർമ്മത്തിലല്ല ചരിക്കുന്നതെങ്കിൽ അവരെ ഭഗവാൻ കൊന്നുകളയുന്നു. മാധവഹ മാ എന്ന വാക്കിൻ്റെ അർത്ഥം വിദ്യ എന്നും അമ്മ എന്നുമാണ്. അപ്പം മായുടെ സ്വാമി എന്നർത്ഥം മാധവൻ. ധവൻ എന്ന് പറഞ്ഞ സ്വാമി. അപ്പം മധു തേൻ അഥവാ അമൃത് പോലെയാണ് മധു തേൻ അഥവാ അമൃത്. അതീന്ദ്രിയ ഇന്ദ്രിയങ്ങൾക്ക് അതീതൻ അപ്രാപ്യൻ പ്രാപിക്കാൻ സാധിക്കാത്തവൻ. മഹാമായ മഹത്തായ മായ തന്നെ ആയിരിക്കുന്നവൻ. മഹോത്സാഹ വലിയ ഉത്സാഹമുള്ളവൻ. മഹാബലഹ ബലവാന്മാരുടെ ബലമായവൻ എന്നൊക്കെ അർത്ഥം. അപ്പോൾ നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ ടോട്ടൽ അർത്ഥവും നോക്കാം. വേദ്യോ വൈദ്യ സദാ യോഗി വീരഹ മാധവോ മധുഹോ അതീന്ദ്രിയോ മഹാമായോ മഹോത്സാഹോ മഹാബലഹ. അറിയേണ്ടവയിൽ വെച്ചറിയേണ്ടവനും എല്ലാ വിദ്യകളും അറിയുന്നവനും ഉറങ്ങുമ്പോഴും ഉറങ്ങാതെ യോഗനിദ്രയിലിരിക്കുന്നവനും വീരന്മാരെ ഹനിക്കുന്നവനും വിദ്യയ്ക്ക് സ്വാമിയായവനും തേൻ പോലെ ഏവർക്കും പ്രിയപ്പെട്ടവനും ഇന്ദ്രിയങ്ങളെ അതിക്രമിച്ചവനും ഏറ്റവും വലിയ മായയായിരിക്കുന്നവനും എപ്പോഴും ഉത്സാഹത്തോടെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നവനും എല്ലാ ബലവാന്മാർക്കും ബലം നൽകുന്നവനും വിഷ്ണു തന്നെ. അതുകൊണ്ട് ഭഗവാന് ഈ ശ്ലോകം ചേരുന്നു. ഒരു പ്രാവശ്യം കൂടി പറയാം. വേദ്യോ വൈദ്യ സദാ യോഗി വീരഹ മാധവോ മധുഹോ അതീന്ദ്രിയോ മഹാമായോ മഹോത്സാഹോ മഹാബലഹ. അറിയേണ്ടവയിൽ വെച്ചറിയേണ്ടവനും എല്ലാ വിദ്യകളും അറിയുന്നവനും ഉറങ്ങുമ്പോഴും ഉറങ്ങാതെ യോഗനിദ്രയിലിരിക്കുന്നവനും വീരന്മാരെ അല്ലെങ്കിൽ രാക്ഷസന്മാരെ ഹനിക്കുന്നവനും വിദ്യയ്ക്ക് സ്വാമിയായവനും തേൻ പോലെ ഏവർക്കും പ്രിയപ്പെട്ട വീരന്മാരെ അഥവാ രാക്ഷസന്മാരെ ഹനിക്കുന്നവനും വിദ്യയ്ക്ക് സ്വാമിയായവനും തേൻ പോലെ എല്ലാവർക്കും പ്രിയപ്പെട്ടവനും ഇന്ദ്രിയങ്ങളെ അതിക്രമിച്ചവനും ഏറ്റവും വലിയ മായ ആയിരിക്കുന്നവനും എപ്പോഴും ഉത്സാഹത്തോടെ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നവനും എല്ലാ ബലവാന്മാർക്കും ബലം നൽകുന്ന ബലവാനും മഹാവിഷ്ണു തന്നെ. ഇതോടുകൂടി ഇന്നത്തെ സഹസ്രനാമ പഠനവും അവസാനിച്ചു. അടുത്ത ക്ലാസ്സിൽ വരും വരേക്കും ഹരി ഓം നാരായണ. സകലം ശ്രീകൃഷ്ണാർപ്പണമസ്തു. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ശ്രീനാരായണായേതി സമർപ്പയാമി. ഹരി ഓം. ഓം തത്സത്.